ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 6 നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ കാണുന്ന അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. വാർണിംഗ് ലാമ്പ്, റോഡ് സൈൻ, ഹസാർഡ് ലാമ്പ്, എൻജിൻ ബ്രേക്ക്. ആൻസർ വാർണിംഗ് ലാമ്പ്. അടുത്ത ചോദ്യം. റോഡിൻ്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. ജാഗ്രതയോടെ മറികടക്കുക, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ജാഗ്രതയോടെ നിർത്തുക, പാർക്കിംഗ് സോൺ അല്ല. ആൻസർ കൊടുക്കുന്നത് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. റോഡിൽ നിങ്ങളുടെ വശത്ത് നിങ്ങൾ ഒരു തടസ്സം നേരിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കാം. വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ നിങ്ങൾ എതിർപാത ഉപയോഗിക്കാം, വേഗത്തിൽ നീങ്ങാൻ ത്വരിതപ്പെടുത്തുക, വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകുക, വാഹനം നിർത്തുക. ആൻസർ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകുക. അടുത്ത ചോദ്യം. റോഡിൻ്റെ സൈഡിൽ വെള്ള വര വച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, കാരിയേജ് വേയുടെ അറ്റം, നിർത്തുവാൻ പാടില്ല എന്നർത്ഥം. ആൻസർ നോക്കാം. കാരിയേജ് വേയുടെ അറ്റം. അടുത്ത ചോദ്യം നോക്കാം. അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ അനുവദനീയമായ വേഗത പരിധി പാലിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. പകൽ സമയവും ജോലി നടക്കുന്ന സമയവും, രാത്രി സമയത്ത് മാത്രം, ജോലി നടക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും. ആൻസർ എല്ലാ സമയത്തും. അടുത്ത ചോദ്യം. നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ സഞ്ചരിക്കാം? ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ, വാഹനത്തിൻ്റെ പരമാവധി വേഗത, മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടരുത്, നിർദ്ദിഷ്ട റോഡിൻ്റെ വേഗത പരിധിയെ ആശ്രയിച്ചിരിക്കുന്നു. ആൻസർ നിർദ്ദിഷ്ട റോഡിൻ്റെ വേഗത പരിധിയെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള സീബ്ര ലൈനിലേക്ക് ചുവട് വെച്ചാൽ. ഓപ്ഷൻസ് നോക്കാം. സ്റ്റോപ്പ് ലൈനിന് മുൻപ് നിർത്തി അതിനെ ഒരു സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക, സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ കടത്തിവിടണം, നിങ്ങൾ അടിയന്തരാവസ്ഥയിലാണെങ്കിൽ ഹോൺ മുഴക്കി വാഹനത്തിൻ്റെ വേഗത കൂട്ടുക, ചുവപ്പ് സിഗ്നൽ ആണെങ്കിൽ ക്രോസിങ്ങിനായി വാഹനം നിർത്തുക, അല്ലാത്ത പക്ഷം ആവശ്യമില്ല. ആൻസർ നോക്കാം. സ്റ്റോപ്പ് ലൈനിന് മുൻപ് നിർത്തി അതിനൊരു സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക. അടുത്ത ചോദ്യം. നിയമം അനുവദിച്ചാൽ ഒരു ജംഗ്ഷനിൽ ഫ്രീ ടേൺ എടുക്കാം എപ്പോൾ? ഓപ്ഷൻസ് നോക്കാം. നേരെ യാത്ര ചെയ്യുമ്പോൾ, ഇടത്തേക്ക് തിരിയുമ്പോൾ, വലത്തേക്ക് തിരിയുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ നോക്കാം. ഇടത്തേക്ക് തിരിയുമ്പോൾ.
അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് ഇടവിട്ടുള്ള വെള്ള വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾ ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. നിങ്ങൾ റോഡിൽ പ്രവേശിക്കുകയോ പോകുകയോ ചെയ്യാം. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. വരകൾ മുറിച്ചു കിടക്കുന്നതിന് നിയന്ത്രണമില്ല. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കിടക്കാൻ കഴിയില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ചു കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കിടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. ആൻസർ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള 2 വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. 2 വരികൾക്കിടയിലുള്ള മീഡിയനായി പ്രവർത്തിക്കുക. ഈ വരികൾ ഇരട്ട വിഭജന രേഖകളാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സ്റ്റോപ്പ് ലൈറ്റ്. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾ ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. ആൻസർ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എഡ്ജ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. റോഡിന്റെ അരികിൽ അടയാളപ്പെടുത്തിയ എഡ്ജ് ലൈനുകൾ തുടർച്ചയായ വെള്ള അല്ലെങ്കിൽ മഞ്ഞ വരയാണ്. നിങ്ങൾ ഏതിലെയാണ് പോകുന്നതെന്ന് കാണാൻ എഡ്ജ് ലൈൻ നിങ്ങളെ സഹായിക്കുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെമ്പിൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. റെമ്പിൾ സ്ട്രിപ്പുകൾ റോഡിന്റെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങൾ ആണ്. റെമ്പിൾ സ്ട്രിപ്പുകൾ എഡ്ജ് ലൈനുകളിലോ ഡിവിഡിംഗ് ലൈനുകളിലോ സ്ഥാപിക്കാം. നിങ്ങൾ റെമ്പിൾ സ്ട്രിപ്പുകൾക്ക് മുകളിലൂടെ വാഹനമോടിക്കുമ്പോൾ അവ മുഴങ്ങുന്ന ശബ്ദം പുറപ്പെടുവിപ്പിക്കുകയും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി നിങ്ങളുടെ വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ അരികിൽ തുടർച്ചയായ മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. കർബ് ലൈനുകൾ സ്റ്റോപ്പിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ കൊടുക്കുന്നത് കർബ് ലൈനുകൾ സ്റ്റോപ്പിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ മധ്യത്തിൽ ട്രാഫിക് ഐലൻഡ് അഥവാ മീഡിയൻ സ്ട്രിപ്പുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം.
ട്രാഫിക് ഐലൻഡ് എന്നത് ഗതാഗതത്തിന് ദിശ കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ ഉയർന്ന പ്രതലമാണ്. എതിർദിശയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് മീഡിയൻ സ്ട്രിപ്പ്. മീഡിയൻ സ്ട്രിപ്പ് പാർക്കിംഗ് ഏരിയയാണെന്ന് ഒരു ബോർഡ് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മീഡിയൻ സ്ട്രിപ്പിൽ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത്. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ അരികിൽ സിക്സാക് രൂപത്തിൽ വെള്ളയോ അല്ലെങ്കിൽ മഞ്ഞയോ ആയ വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. സുഗമമായ ഗതാഗതത്തിന് ഈ ലൈനുകൾ ഉള്ള ഭാഗത്ത് വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് ഡ്രൈവർമാരോട് സൂചിപ്പിക്കുന്നു. കാൽനട ക്രോസിംഗുകൾക്ക് സമീപനത്തിലും സ്കൂളുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ പുറത്തും സാധാരണയായി ഈ വരകൾ കാണപ്പെടുന്നു. അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷിതമായ റോഡ് സംസ്കാരത്തിനും വേണ്ടിയാണ് ഈ വരകൾ അവതരിപ്പിച്ചത്. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം. ഒരു സിക്സാക് ലൈനിൽ നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നിർത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വാഹനം പിന്നിലേക്ക് എടുക്കണം. എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാം. നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നീങ്ങുന്നത് വരെ കാത്തിരിക്കുക. കാൽനടക്കാർ കടന്നു പോകാനുള്ള സാധ്യത. ഹോൺ അമർത്തിയോ സിഗ്നൽ നൽകിയോ നിങ്ങൾക്ക് മറികടക്കാം. ആൻസർ: നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നീങ്ങുന്നത് വരെ കാത്തിരിക്കുക. കാൽനടക്കാർ കടന്നു പോകാനുള്ള സാധ്യത. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ബോക്സ് ജംഗ്ഷൻ അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മുന്നിലുള്ള എക്സിറ്റ് വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ പ്രവേശിക്കാം. ഒരു യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാഹനത്തിന് ബോക്സിൽ നിർത്താതെ ജംഗ്ഷൻ കടക്കാൻ ഇടമുണ്ടോ എന്ന് ഉറപ്പാക്കുക. യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ നിർത്തുന്നത് പിഴ ചുമത്തുന്ന കുറ്റമാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവയെല്ലാം. ഏത് ട്രാഫിക് ആണ് ചിത്രത്തിൽ കാണുന്നത്? ഓപ്ഷൻസ് നോക്കാം. സിംഗിൾ ലൈൻ ട്രാഫിക്, ഡബിൾ ലൈൻ ട്രാഫിക്, ഒറ്റവരി ഗതാഗതം, ഇരട്ടവരി ഗതാഗതം. ആൻസർ: ഇരട്ടവരി ഗതാഗതം. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യാം. ലെവൽ 6 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.